ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എത്ര പേരാണ് ക്ലാസ്സിൽ, അതുപോലെ ഓരോരുത്തരുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ എല്ലാവരെയും കാണിക്കുകയാണ് അല്ലേ? അവര് വരുന്ന ആൾക്കാരെ കൂടി നമ്മൾ ആദ്യം ഷെറിനെ എന്താ കാണിച്ചു തരുന്നത്. ഷെറി അത് അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്, അവൾ റെക്കോർഡ് ചെയ്താണ്. അപ്പുറത്ത് തന്നെ ഫിദ ഉണ്ട്. ഫിദ ഇന്നലെ ആബ്സെന്റ് ആയിരുന്നല്ലോ. പിന്നെ നമ്മള് ചാനലിന്റെ പേര് ഞങ്ങള് ഡെയിലി വ്ളോഗേഴ്സ് ആക്കി. നിങ്ങൾ ആരും ഒരു പേര് സജസ്റ്റ് ചെയ്തില്ല. നിങ്ങൾ എന്തെങ്കിലും പേര് പറഞ്ഞാൽ ഞങ്ങൾ അത് പേരുന്നു. നിങ്ങൾ പേരൊന്നും പറഞ്ഞില്ല. അപ്പം ഞങ്ങളുടേതായ ഇഷ്ടത്തിനൊരു പേരിട്ടു. പിന്നെന്താ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയണ്ടെങ്കിൽ പറയുക. അത് നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കണ്ടന്റ് ഇല്ല. ഇതൊക്കെയാണ് ഞങ്ങളുടെ കണ്ടന്റുകൾ. അപ്പോൾ നിങ്ങളായിട്ടൊരു കണ്ടന്റ് പറഞ്ഞാൽ അതെന്താണെന്നുള്ളത് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞുതരും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് ഞങ്ങളെ ചവിട്ടി താഴ്ത്തുന്ന ഒരു ടൈമാണ് ഇപ്പോൾ നടക്കുന്നത്. കുഴപ്പമില്ല, ഞങ്ങളുടെ വീഡിയോസിന് അല്ലെങ്കിൽ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് 1 മില്യൺ അടിക്കുമ്പോൾ ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ വരും, കൂടെ ഉണ്ടാവും. ഞങ്ങളെന്തായാലും 1 മില്യൺ അടിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ അറക്കും. ഇതിനൊക്കെ നമ്മൾ കൊല്ലും. ഫിദറ തലയാണ് കാണിക്കുന്നത്. അവൾ ഫുള്ളായിട്ടൊന്നും കാണിക്കില്ല. പിന്നെ അംബിക ഉണ്ട്. അംബിക പുറത്ത് പോയിക്കും. വെള്ളം നിറയ്ക്കാൻ വേണ്ടി വന്നിട്ട് അവളെ കാണിച്ചു. ഞങ്ങൾക്ക് കണ്ടന്റ് ഇല്ല. ഇതെന്തോ പറയണ്ടല്ലോ, മാസ്ക് 1 മില്യൺ അടിച്ചിട്ട് ഇവളുടെ മുഖം നിങ്ങൾക്ക് കാണണമെങ്കിൽ, ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് കാണണമെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് ഞങ്ങളെ ഇപ്പൊ പേടിയായി. അത് പെട്ടെന്ന് 1 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിചാരിച്ചിട്ടാണ്. 1 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ അതാണ് ശംഷാദ്. അത് ഫിദയാണ്. അവരൊക്കെ മുഖം മറച്ചിട്ടാണ് കേസ്. ആളെ പേടിച്ച് മുഖം മറച്ചിരിക്കുന്ന ആൾക്കാർ. പിന്നെന്താ പറയും? പിന്നെ എന്താ പറഞ്ഞോണ്ടിരുന്നത്? അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ 1 മില്യൺ അടിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. നമ്മളെ മുഖം റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ്സിൽ ഫുഡ് കഴിച്ച് പിന്നെയുള്ള സമയമാണ്. ഇതാണ് ആ മുഖം പൊത്തി പ്രേതങ്ങളെ പോലെ നടക്കുന്നത്. അവൾക്ക് നമ്മൾ പേടിയാണ്. ആക്ച്വലി ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ അവരാദ്യം പറഞ്ഞാൽ ഓക്കെ നല്ലപോലെ ഇട്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർക്ക് മുഖം കാണിക്കാൻ പേടിയായി. അപ്പം ഞങ്ങൾ ക്ലാസ്സിൽ ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല. വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്കായിട്ട് നല്ല കണ്ടന്റുകൾ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല കണ്ടന്റ് നിങ്ങൾ ഒരു ഇത് കണ്ടാണ് എങ്ങനെ എന്തെങ്കിലും തന്നാൽ മതി. അപ്പം അതിനനുസരിച്ച് ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും മമ്മൂനെ ഞങ്ങൾ റിവീൽ ചെയ്യേണ്ട ഒരു ടൈം ഉണ്ടാവും. പക്ഷേ ഞങ്ങളിപ്പോൾ ഒരു ചെറിയ പ്രശ്നത്തിലാണ്. ആ മമ്മു ആരാന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എന്നാണ് ഞങ്ങളത് ഇടുന്നത്. പക്ഷെ മമ്മ പറഞ്ഞ സീനാണ്. പക്ഷെ മമ്മൂനായിട്ട് അപ്പം തന്നെ കമ്പനി ആവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആ മമ്മൂന് യൂട്യൂബ് ചാനൽ കൊടുക്കാം. പക്ഷെ കമ്പനി ആവാൻ ചാൻസ് ഇല്ല. ഞങ്ങൾ വഴക്ക് ഉണ്ടാവാൻ പോണേ ഉള്ളൂ, തുടങ്ങണേ. പിന്നെന്താ പറയണ്ട? എന്താ കണ്ടന്റ് ഇല്ല ഞങ്ങൾക്ക്. ഇന്നലെ ഞങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടെന്ന് കണ്ടന്റ് ഇല്ല. ഞങ്ങൾ ഡെയിലി വ്ളോഗേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്നും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ശനി ഞായർ ഓഫായിരിക്കും. ശനിയാഴ്ച ഞങ്ങൾക്ക് കോളേജ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യും. നാളെ ശനിയാണ്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത് വീട്ടിൽ പോയിട്ട് അപ്പുറത്തെ വീട്ടിൽ വൈഫൈ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്ലോഡ് ചെയ്യും. അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഈ വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അത്രയും ഞങ്ങളെ എങ്ങനെ ആക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ പിന്നെ കഴിച്ചവർക്കൊരു കല്ലുണ്ട്, പൊട്ടക്കല്ലാണ്. അത് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ വേറെ ഇപ്പം എന്തായാലും കണ്ടന്റ് ഇല്ല. നിങ്ങളിങ്ങനെ ഇല്ല. ഇപ്പം ഞങ്ങളുടെ അവിടെ ഡി സോണൊക്കെ വരണം. അതിൻ്റെ പ്രാക്ടീസാണ് കോളേജിൽ. അതാണ് സൗണ്ട് മണിയൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ ഒപ്പന, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഇവിടെ. ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഒപ്പനയ്ക്കുണ്ട്. അല്ല, ഒപ്പനയ്ക്കല്ല, തിരുവാതിരയ്ക്കുണ്ട്. അക്ഷയ കാണിച്ചിട്ട് ഗൈസ്. ഇതാരാണ്? ആരുമില്ല. അങ്ങനെയൊക്കെയാണ്. അംബികേനെ കാണിക്കണമെങ്കിൽ അവളിപ്പോൾ വെള്ളം വയ്ക്കാൻ പോയേക്കും. എല്ലാവരും കാണിക്കണം എന്നുണ്ട്. പക്ഷെ അവർക്കും ഇതേ കണക്ക് ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. 1 മില്യണൊക്കെ അടിച്ച് നമ്പർ നമുക്ക് കാണിക്കാം. 1 മില്യണൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റും. അവർക്ക് നമ്മൾ പിന്നാലെ വരും. ഏത് പട്ടിക്കും ഒരു കാലം വരും. പിന്നെന്താ വേറെന്താ? നിങ്ങൾ പറയണേ എന്തിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ പറയും.
ഒരുപാട് ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങൾ ഒരുപാട് ഫ്ലവർ കോളേജിലാണ് പഠിക്കുന്നത്. പറഞ്ഞില്ല നമ്മള്. അതൊന്നും ഞങ്ങൾ ഗുരുവായൂർ. എൻ്റെ വീട് പാലക്കാട് പട്ടാമ്പിയാണ്. ഇവിടെ വീട് തൃശ്ശൂര് ആൽത്തറ പുന്നയൂര് ആ ഭാഗത്താണ്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ പഠിക്കണത് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലാണ്. ബിവോക് സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ. സെക്കൻഡ് ഇയേഴ്സ് ആണ്. സെക്കൻഡ് ഇയേഴ്സ് ആണ്. ഇപ്പോൾ സെക്കൻഡ് ഇയേഴ്സ് ആണ്. ഞങ്ങൾക്ക് 2 മാസം കൂടി ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എക്സാം കഴിഞ്ഞിട്ട് ഇനി ഏപ്രിലും മെയിലും ചിലപ്പോൾ ഞങ്ങൾ ഓഫായിരിക്കും. അല്ല നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. എന്താ വന്നിട്ടുള്ളൂ. വന്നിട്ടേ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 2 മാസം ഞങ്ങൾ ഓഫ് അല്ലണ്ട് ഗൈസ്. എറണാകുളത്ത് അല്ലെങ്കിൽ വയനാട്ടിലാണ്. ഞാൻ എറണാകുളത്തേക്ക് എനിക്ക് വരുന്നത്. പിന്നെ ഈ എടുക്കും. അല്ല ഞാൻ വരും കേൾക്കാം. അത് ഓക്കെ. എന്നാ അങ്ങനെ ഞങ്ങൾ ഒപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അതെ ഓക്കെ. ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള എല്ലാ ദിവസങ്ങളും ഞങ്ങൾ എടുക്കും. ഞായറാഴ്ച കോളേജുള്ള ദിവസങ്ങൾ ഞങ്ങൾ എടുക്കും. ഞങ്ങൾ എപ്പോഴും അവിടെ ഒപ്പം കാണണം. അപ്പം ഞങ്ങൾ എത്ര റിസ്ക് എടുത്ത് ഞങ്ങളത് ചെയ്യും. പിന്നെ നമ്മളെ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് ആണ്. പിന്നെ എന്തുവാ അംബികനെ കാണല്ലേ കഴിച്ചിട്ട് വെള്ളം എടുക്കാനെന്ന് പറഞ്ഞിട്ട് പോയിണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബ്ലോഗ് എടുക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും റെക്കോർഡ് എടുത്ത് മണിയും. അവർക്ക് അത്രത്തോളം വിശ്വാസം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ടന്റ് ഇല്ല. ഞങ്ങളിപ്പോൾ ഈ പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങളിത് ഫുള്ള് കേൾക്കണം. കേട്ടിട്ട് ഞങ്ങൾക്കുള്ള കണ്ടന്റ് തരണം. ഞങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എന്തിനെ കുറിച്ചാണ് പറയേണ്ടത്. ബാഡായിട്ടൊന്നും തരരുത് കേട്ടോ. ഓൺലി പോസിറ്റീവ്. നെഗറ്റീവായിട്ടൊന്നും വേണ്ട. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കമൻറ്റ്സ് നിങ്ങൾ തരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത് എന്നുള്ളതിൻ്റെ കണ്ടന്റ് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വേർഡിൽ തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്തൊരു 10 മിനിറ്റിന് വീഡിയോ കിട്ടുന്നത്. എനിക്ക് എന്തിനെ കുറിച്ചാണ് വേണ്ടത്. ഈ ഡിപ്രഷനുള്ളവർക്ക് അതിൽ അതായിക്കോട്ടെ. അതിനുള്ളത് ഇവിടുന്ന് ഒരുപാട് കിട്ടും. വേറെ എന്താണ് എനിക്കും പറയാൻ ഇതൊക്കെ പറയും. കണ്ടന്റ് ക്രിയേഷൻസ് ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. പിന്നെ ഗൈസ് ഞങ്ങൾ ഫാൻ ഓഫ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തതിൽ ഫാനിൻ്റെ നല്ല സൗണ്ട് ഉണ്ട്. നമ്മളുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറഞ്ഞു ഫാനിൻ്റെ സൗണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഓഫ് ചെയ്തിരിക്കുകയാണ്. ലൈറ്റും ലൈറ്റ് ഓഫ് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഇത് വരുമ്പോൾ നമുക്ക് അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. വേറെ എന്താ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഷോർട്ട് അവറാണ് കഴിച്ചത്. അതുകൊണ്ടാണ് 23-ാം തീയതി വരെ ഞങ്ങൾക്ക് ഷോർട്ട് അവർ വ്ളോഗ് കാണിച്ചിട്ടുണ്ട്. സോഷ്യൽ സർവീസ് അതിൻ്റെ ഭാഗത്തുള്ള പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ കാണിച്ചു തരാം. ഷോർട്ട് അവർ ഞങ്ങൾക്ക് ഉച്ച വരെയുള്ള ക്ലാസ് വിളിച്ചതിന് ശേഷം പിന്നെ ടീച്ചേഴ്സിന് എന്താ മീറ്റിംഗ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഷോർട്ട് അവർ ഉച്ച വരെ ക്ലാസ് 1 മണി വരെ കയ്യോട്ടുന്ന സൗണ്ട് കേൾക്കണം. അത് ഡിസോണിൻ്റെ ഒപ്പനയാണ്. ഡിസോണിൻ്റെ പരിപാടിക്കുള്ള ഒപ്പനയാണ് ഗൈസ്. അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്തിട്ട് അംബിക വന്നിട്ട് വ്ളോഗ് തന്നെയാണ്. ഞങ്ങളിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. കാരണം അംബിക അവർ ക്യാൻറ്റീനിലേക്ക് പോയി. നമുക്കൊരു ഐസ്ക്രീം വെച്ചിട്ടോ ഐസ്ക്രീം കഴിക്കും. ഞങ്ങൾ പുറത്തൊന്നും ഇരുന്ന് വ്ളോഗ് ചെയ്യില്ല. കാരണം ഞങ്ങളെ കാണുമ്പോൾ കുരു പൊട്ടുന്ന കുറച്ച് റീൽസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഞങ്ങൾ എന്തെങ്കിലും കാണിക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ പൊട്ടും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ പബ്ലിസിറ്റി ആക്കുന്നില്ല. ഒക്കെ ഞങ്ങൾ പ്രൈവസിയാണ്. പ്രൈവറ്റ് ഇത് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അംബികനെ കാണിച്ചത്. അംബികനെ കാണിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ബൈ ബൈ. അംബിക വരുന്നവരെ ബൈ.